الله وبركاته. بسم الله والحمد لله رب العالمين والصلاة والسلام على رسوله وعلى آله وصحبه أجمعين أما بعد. നമ്മൾ അഫ്ളലുമ സിലബസിലെ പ്രിലിമിനറിയിലെ ഹയ്യാനത്തക്കല്ലം എന്ന് പറഞ്ഞൊരു പേപ്പർ ഒരു സബ്ജക്റ്റ് ഉണ്ട്. അതായത് ഹയ്യാനത്തക്കല്ലം പറഞ്ഞാൽ ഹയ്യാനത്തക്കല്ലമുൽ അറബിയ, ലെറ്റ് സ്പീക്ക് ഇൻ അറബിക്, നമുക്ക് അറബി സംസാരിക്കാമെന്ന് അർത്ഥം. സ്പോക്കൺ അറബിക്കാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അൽ മുഹദ്ദിസ് ഫസ്റ്റ് അസ്സഫർ, ഒന്നാമത്തെ പാഠം, ഡയറക്റ്റ് പാഠത്തിലേക്ക് പോവാണ്. അസ്സഫർ, യാത്ര, ഒരു യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിഷയമാണ്. അപ്പൊ ആദ്യം കുറച്ച് പോയിന്റ്സ്, ഹിൻസ് പോലെ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഹിവാർ എന്ന് പറഞ്ഞാല് സംഭാഷണം, ഒരു മുഹാദസ്, ഒരു ഹിവാർ തയ്യാറാണ്. അതാണ് ഇതിന്റെ ഒരു രീതി. ഇവിടെ തന്നിരിക്കുന്ന പോയിന്റ്സ് ആദ്യം വായിക്കാം. അൽ മുഹന്ദിസു ജാസിം, ജാസിം എഞ്ചിനീയർ, മുഹന്ദിസ് എഞ്ചിനീയർ. വസൗജത്തുഹു ഷമീല, അതൊക്കെ നേരത്തെ എഴുതിയില്ലേ? എഴുതിയുണ്ട്, ഇവനെ എഴുതണ്ട, അത് ആ പുസ്തകത്തിൽ എഴുതിയാൽ ഇതിന്റെ പ്രത്യേകത. അദ്ദേഹത്തിന്റെ ഭാര്യ ഷമീല. യസ്തഇദ്ദാനി അൽ മുഹന്ദിസു ജാസിമുൻ വസൗജത്തുഹു ഷമീലത്തു യസ്തഇദ്ദാനി ലിസ്സഫരി ബിത്വായിറത്തി. യസ്തഇദ്ദാനി, രണ്ടുപേരും തയ്യാറെടുക്കുന്നു. ഇസ്തഅദ്ദ, തയ്യാറെടുത്തു, ഒരുക്കങ്ങൾ നടത്തണം. ഇസ്തഅദ്ദ ലിസ്സഫരി, എന്തിന്? യാത്രക്ക്. ബിത്വായിറത്തി, എയറോപ്ലെയിൻ, വിമാനത്തിൽ. അപ്പോ വിമാനയാത്രക്ക്, ഫ്ലൈറ്റ് ജേണിക്ക് വേണ്ടി എഞ്ചിനീയർ ജാസിമും അദ്ദേഹത്തിന്റെ ഭാര്യ ഷമീലയും തയ്യാറെടുപ്പ് നടത്തുകയാണ്. അൽ ഇബ്നു മുസമ്മിൽ ഫിൻതിലാരി ടാക്സി അമാമൽ ബാബ്. അൽ ഇബ്നു മുസമ്മിൽ ഫിൻതിലാരി ടാക്സി അമാമൽ ബാബ്. ഇബ്നു മുസമ്മിൽ എന്ന് പറഞ്ഞ മകൻ, മുസമ്മിൽ ഫിൻതിലാരി ടാക്സി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻതലറ, പ്രതീക്ഷിച്ചു, വെയിറ്റഡ്. ഇൻതലറ, ഇന്തിലാറ്, പ്രതീക്ഷ, വെയിറ്റിംഗ്. ടാക്സി അമാമൽ ബാബ്, വാതിലിന്റെ മുമ്പിൽ. ജാസിമുൻ യുരീദു അൽ ഹഖീബ, ജാസിം എഞ്ചിനീയർ, ഉപ്പ, മുസമ്മിന്റെ ഉപ്പ അല്ലേ? യുരീദു അൽ ഹഖീബ, ഹഖീബത്ത് ബാഗ് ഉദ്ദേശിക്കുന്നു, കാരണം ബാഗ് ആവശ്യപ്പെടുന്നു. വൽ ഹഖീബത്ത് മാ മുസമ്മിൽ, ഹഖീബത്ത് ബാഗ് ആണെങ്കിലും ആരുടെ അടുത്താണ്? മുസമ്മിന്റെ അടുത്താണ്. സമയം. എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 3 o'clock നൗ, ഇപ്പൊ 3 മണിയാണ് ടൈം. ഫിൽ ഖാമിസ എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റ്, വിമാനം. ഫിൽ ഖാമിസ എന്ന് പറഞ്ഞാൽ 5 മണിക്കാണ്. വസലത്ത് സയ്യാറ, കാറ് എത്തിച്ചേർന്നു. റക്കിബ ജാസിമുൻ മുസമ്മിൽ അസയ്യാറ, ജാസിമും മുസമ്മിലും കാറിൽ കയറി. വാഹനം കയറുന്നതിനാണ് റക്കിബ എന്ന് ഉപയോഗിക്കുക, വേറെ മരത്തുമ കയറുന്നതിനല്ല. മിമ്പർമ കയറുന്നത് സൊയ്ദൽ മിമ്പർ എന്നാണ്. ഇതാ സൊയ്ദൽ മിമ്പർ അല്ലേ? ഇതാ സൊയ്ദൽ ഖതീബു അലൽ മിമ്പർ അല്ലേ എന്ന് പറയും. ഖതീബ് മിമ്പറിൽ കയറിയാൽ അവിടെ റക്കിബ എന്നറിയില്ല കേട്ടോ. റക്കിബ എന്ന് പറഞ്ഞാൽ വാഹനപ്പുറത്ത് കയറുന്നതാണ്. ഷമീലത്തു, ഷമീലയും കയറി, വാഹനപ്പുറത്ത് കയറി. സൈനബ് അസയാറ, ഷമീലയും സൈനബും സയാറത്തിൽ കയറി, കാറിൽ കയറി. റക്കിബ എന്ന് ഉപയോഗിച്ചത് ജാസിമും മുസമ്മിലും, അത് മുദക്കറായതുകൊണ്ടാണ്. റക്കിബത്ത് എന്ന് ഉപയോഗിച്ചത് മുഅന്നസ്, സ്ത്രീലിംഗമായതുകൊണ്ടാണ്. പക്ഷെ ഒരുമിച്ച് പറയുമ്പോൾ, സ്ത്രീകളും പുരുഷന്മാരും ഉള്ളതിൽ പറയുമ്പോൾ പുല്ലിംഗമായിട്ട് ഉപയോഗിക്കാം, ഒരുമിച്ച് വാങ്ങി. ഇതിപ്പോ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ്, ഇനിയാണ് നമ്മുടെ ഹിവാർ, ഡയലോഗ്. അൽ ഹിവാറു, ദ ഡയലോഗ്, സംഭാഷണം, ഡയലോഗ്. ഇത് ഒരു ഭാഗത്ത് അറബി കൊടുത്തിട്ടുണ്ട്, എന്റെ തൊട്ടുപുറത്ത് തന്നെ ഇംഗ്ലീഷ് കൊടുത്തിട്ടുണ്ട്. ഷമീല, മാതാ തുരീദ്, വാട്ട് ഡു യു വാണ്ട്? മാതാ തുരീദ്, വാട്ട് ഡു യു വാണ്ട്? എന്താണ് താങ്കൾക്ക് ആവശ്യം? ജാസിം, ഉരീദുൽ ഹഖീബ, ഐ വാണ്ട് ദ സ്യൂട്ട് കേസ്.
ഹഖീബത്ത് ബാഗ് സൂട്ട് കേസ് കേട്ടോ. എനിക്ക് സൂട്ട് കേസ് വേണം. ഷമീല അൽ ഹഖീബത്തു മഅ മുസമ്മിൽ. ദ സൂട്ട് കേസ് ഈസ് വിത്ത് മുസമ്മിൽ. സൂട്ട് കേസ് മുസമ്മിലിന്റെ അടുത്താണ് എന്ന്. മുസമ്മിലിന്റെ കൂടെയാണെന്നൊന്നും പറയരുത്, മുസമ്മിലിന്റെ അടുത്താന്ന് പറഞ്ഞാൽ മതി. എന്താന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ മഅ എന്നുള്ളത്. ജാസിം അൽ ഹഖീബത്തു മഅ മുസമ്മിൽ. അതിന് മുസമ്മിൽ സൂട്ട് കേസ് മുസമ്മിലിന്റെ അടുത്താണോ? അതിന് മുസമ്മിലിടെ. അപ്പോ ദ സൂട്ട് കേസ് ഈസ് വിത്ത് മുസമ്മിൽ. വേർ ഇസ് മുസമ്മിൽ? ഷമീല മുസമ്മിൽ അമാമൽ ബാബ്. മുസമ്മിൽ അമാമൽ ബാബ്. മുസമ്മിൽ ഡോറിന്റെ മുമ്പിലുണ്ട്. മുസമ്മിൽ ഈസ് അറ്റ് ദ ഡോർ. ഡോറിന്റെ അടുത്തുണ്ട്. അമാമ എന്നുള്ളതിന് കറക്റ്റ് ആണെങ്കിൽ ഇൻ ഫ്രണ്ട് ഓഫ് ദ. അറ്റ് ദ ഡോർ എന്ന് പറഞ്ഞാലും ഇവിടെ ഡോറിന്റെ അടുത്ത് എന്നുള്ള ആശയത്തിലാണ്. ജാസിം കം അസാദ് അൽ ആൻ. കം ഇസാദ് അൽ ആൻ. ഇപ്പൊ സമയത്രായി ചോദ്യം. വാട്ട്സ് ദ ടൈം നോ? ഇപ്പൊ സമയത്രായി. ഷമീല അസാദ് അൽ ആൻ അസാലിത. ഇറ്റ് ഈസ് 3 o'clock നോ. ഇപ്പൊ എത്ര? 3 മണിയാണ്. അസാദ് അൽ ആൻ ഇപ്പോൾ. അൽ ആന ഇപ്പോൾ. അസാദ് അൽ ആൻ അസാലിത. جاسم الساعة الآن الثالث. الساعة الآن الثالثة والطائرة في الخامس. أنا ഇപ്പോ 3 മണിയായോ? ഇപ്പോ 3 മണിയായോ? ആണ് എക്സ്ക്ലമേഷൻ മാർക്ക് അജബ് അല്ലേ സൂചിപ്പിക്കുന്നത്. والطائرة في الخامسة. ഫ്ലൈറ്റ് 5 മണിക്കാണ് കേട്ടോ. It is 3 o'clock now. Flight is at 5. ഇപ്പൊ 3 മണിയായോ? 5 മണിക്കാണ് ഫ്ലൈറ്റ്. വേഗം ഒരുങ്ങണം, പോണം മൊത്തം അല്ലേ? എന്നിട്ട് സൗത്ത് ബോക്ക് ചെയ്യാറ. സൗത്ത് ബോക്ക് ചെയ്യാറ എന്നാണ് നേരർത്ഥം കാറിന്റെ ഹോൺ ശബ്ദം എന്നാണ്. അത് അങ്ങനെ പറയാതെ ദ കാർ ഹോൺസ്. കാർ ഹോൺ അടിക്കുന്നു എന്ന് ഇംഗ്ലീഷ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആശയമാണ്. നെക്സ്റ്റ് ഷമീല വസലത്ത് ചെയ്യാറ. വസലത്ത് ചെയ്യാറ കാറ് എത്തി. ദ കാർ ഹാസ് റീച്ച്ഡ് ഓർ ദ കാർ ഹാസ് അറൈവ്ഡ്. ജസ്റ്റ് ഇപ്പൊ വന്നു, കാറെത്തി. കാർ വന്നു. ജാസി വസലത്ത് സിയാറ. ഹയ്യാബിന. ഹയ്യാബിന എന്താ വസലത്ത് സിയാറ? കാർ വന്നു. ഹയ്യാബിന ലെറ്റ്സ് ഗോ. ഹയ്യാബിന ലെറ്റ്സ് ഗോ. ഹയ്യ എന്നുള്ള ലെറ്റ്സ് എന്നുള്ളൊരു പ്രയോഗമാണ് കേട്ടോ. നമുക്കത് ചെയ്യാം, ഇത് ചെയ്യാം. ഹയ്യാനത്തക്കല്ലമു അറബിയ. ഹയ്യാനത്തക്കല്ലം ഇതിന്റെ പേരതല്ലേ? ഹയ്യാനത്തക്കല്ലമുൽ അല്ല ഹയ്യാനത്തക്കല്ലമുൽ അറബിയ അല്ലെങ്കിൽ ഹയ്യാനത്തക്കല്ലമുൽ അറബിയ. ലെറ്റ്സ് സ്പീക്ക് അറബിക്. ലെറ്റ്സ് സ്പീക്ക് അറബിക്. അവിടെ അതേപോലെ ഹയ്യാബിന ലെറ്റ്സ് ഗോ. നമുക്ക് പോവാം. ഹയ്യാബിന ഷമീല ലെറ്റ്സ് ഗോ. ഇതിലുള്ള വാക്കുകളാണ്. സഫർ എന്നർത്ഥം ട്രാവൽ. ഇംഗ്ലീഷും മലയാളത്തിലും കൂടെ പറയാം. യാത്ര കേട്ടോ. മാതാ എന്ത്. അറാദ ഉദ്ദേശിച്ചു. വാണ്ടഡ് ഉദ്ദേശിച്ചു. അറാദ നാമു ടു വാണ്ട് എന്നല്ല, വാണ്ടഡ് എന്നാണ് നേരെ അർത്ഥം. മാതിയാ ഫീലാണ് ഫാസ്റ്റ് ടെൻസ്. യുരീദു വാണ്ട്സ്. വാണ്ട് എന്നൊക്കെ അർത്ഥം. ടു വാണ്ട്. പിന്നെ നമ്മള് ക്രിയാധാതു എന്നുള്ള നിലയിൽ ടു വാണ്ട് ചിലപ്പോൾ അറാദ യുരീദ് എന്ന് അർത്ഥം കൊടുക്കും കേട്ടോ ഇംഗ്ലീഷിൽ. ഓക്കെ. അടുത്ത് ഹഖീബ സ്യൂട്ട് കേസ് ബാഗ്. ഐന എവിടെ. വേർ. അമാം in front of. Kam is-sa'a? What is the time? സമയത്രയായി? Al-an now. as-sa'a al-thalith 3 o'clock. 3 o'clock 3 മണി. വാ എന്നുള്ള എന്തിനാ ഉപയോഗിക്കുന്നു? ആൻഡ് എന്നുള്ളത് അല്ലേ? ആൻഡ് അത്തഫിന്റെ ഭാവമായിട്ട് ഉപയോഗിക്കുന്നു. طائറ എയർപ്ലെയിൻ. ഫിൽ ഖാമിസ at 5 5 മണിക്ക് കേട്ടോ. ഹയ്യാബിന ലെറ്റ്സ് ഗോ. ഇനി നമ്മൾ ഇവിടെ ഒരു മുലാഹവാത്ത് എന്ന് പറഞ്ഞ നോട്ട്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ കൂടുതലൊന്നുമില്ല, ഒരു 2 കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഒന്ന് ഓർഡിനൽ നമ്പേഴ്സ്, മറ്റൊന്ന് കാർഡിനൽ നമ്പേഴ്സ്. ഓർഡിനൽ നമ്പേഴ്സ് എന്നതിന് അറബിയിൽ പറയുന്നത് അൽ അർഖാമു തർത്തീബിയ. തർത്തീബ് എന്ന് പറഞ്ഞതാണ് ക്രമപ്രകാരം ചെയ്യുന്നതാണ് തർത്തീബ്. നമ്മൾ വുളൂഇന്റെ ഷർത്തുകൾ പറയുമ്പോൾ പറയും അല്ലേ? വുളൂഇന്റെ ഫർളുകൾ പറയുമ്പോൾ തർത്തീബായിട്ട് ക്രമപ്രകാരം ചെയ്യാൻ പറയും. അതായത് കാലാദ്യം കഴുകിയിട്ട് മുഖം കഴുകാൻ പറ്റുമോ? അങ്ങനെ കഴുകിയാൽ ഉദു ആവോ? ഇല്ല. ഉദുവിന് ഒരു ക്രമമുണ്ട്. കാരണം വിശുദ്ധ ഖുർആൻ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്, സൂറത്തുൽ മാഇദയിൽ അല്ലേ? ആ ആയത്തിൽ പറഞ്ഞ ആ ക്രമം തന്നെ പാലിക്കണം. അപ്പൊ ആദ്യം മുൻകൈ കഴുകുന്നു, നമ്മൾ പിന്നെ വായിൽ വെള്ളം കുപ്പിളിക്കുന്നു,
മുഖം കഴുകുന്നു. ഇങ്ങനെയുള്ള ആ ക്രമത്തിൽ തന്നെ വേണം എന്നർത്ഥം. അപ്പൊ അത് നമ്മൾ തെർത്തീബ് എന്ന് പറയും അല്ലെ. തെർത്തീബ് എന്ന് പറഞ്ഞാൽ ക്രമപ്രകാരം ഉള്ളതാണ്. ക്രമപ്രകാരം ചെയ്യുന്നതിനാണ് തെർത്തീബ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ തെർത്തീബിലുള്ള നമ്പർ, ഓർഡിനൽ നമ്പേഴ്സ്, ഓർഡർ സൂചിപ്പിക്കുന്നത് ഇത്രാമത്തെ, ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ എന്നുള്ള ആ 11ാമത്തെ, 12ാമത്തെ അങ്ങനെ പോകുന്നു. അതാണ് ഓർഡിനൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി കാർഡിനൽ നമ്പേഴ്സ്, അതിനെന്താ പറയുക? അൽ അദദുൽ അസ്ലി, അസ്ലിയായ എണ്ണം. അൽ അദദുൽ അസ്ലി എന്ന് എഴുതണ്ട, അതിൽ ഉണ്ടല്ലോ അൽ അദദുൽ അസ്ലി, അസ്ലിയായ എണ്ണം, നമ്പറുകൾ. അപ്പൊ ഇതെങ്ങനെ മനസ്സിലാക്കും? ഇപ്പൊ ഇവിടെ പറഞ്ഞു അസ്സാഅത്തു സാലിസ എന്ന് പറഞ്ഞപ്പോ എന്താ പറയുക? 3 o'clock എന്നുള്ളതിന് അസ്സാഅത്തു സാലിസ എന്ന് പറഞ്ഞു. സലാസ എന്നല്ല, സലാസ എന്നല്ല, സാലിസ എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പൊ അത് 3 മണി എന്നുള്ളത് മൂന്നാമത്തെ സൂചിപ്പിക്കാനാണ്. അസ്സാഅത്തു സലാസ എന്ന് പറയില്ല. അപ്പൊ ഇത് ഇങ്ങനെ സാധാരണ പറയുന്നത് സമയത്തെ സൂചിപ്പിക്കുന്നത് 3 o'clock ആണ്. ഇപ്പോ 3 മണിയാണ് ഇപ്പൊ എന്നുള്ളതിന് അസ്സാഅത്തു സാലിസ എന്ന ഓർഡിനൽ നമ്പർ അല്ലെങ്കിൽ തെർത്തീബി ആയിട്ടുള്ള റഖം ആണ് ഉപയോഗിക്കുക. റഖമുൻ ആണ് അർക്കാം കേട്ടോ. റഖമുൻ നമ്പർ, അർക്കാമുൻ നമ്പറുകൾ, എണ്ണങ്ങൾ. ഇതിന്റെ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട് ഇപ്പുറത്തെ പേജിൽ. അത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാം. 4 കോളം ഉണ്ട്. അറബിയിലുള്ള 4 കോളം ഉണ്ട്, അറബി രീതിയിൽ. ആദ്യം കാർഡിനൽ നമ്പർ അൽ അസ്ലിയ, കാർഡിനൽ നമ്പർ. അത് അൽ മുദക്കർ അൽ മുഅന്നസ് കൊടുത്തിട്ടുണ്ട്. റഖമ് ആദ്യം കൊടുത്തിട്ടുണ്ട് 1, 2, 3, 13 വരെ കൊടുത്തിട്ടുണ്ട് അവിടെ. അൽ മുദക്കർ എന്ന് പറഞ്ഞാല് മസ്കുലൈൻ. എന്താണ് മസ്കുലൈൻ? എന്താ അതിനർത്ഥം? പുല്ലിംഗം. അൽ മുഅന്നസ് എന്ന് പറഞ്ഞാല് ഫെമിനൈൻ. എന്താണ്? സ്ത്രീലിംഗം. അതൊക്കെ കാണാടിക്കണം, മലയാളത്തിലും അറബിയിലും ഇംഗ്ലീഷിലൊക്കെ അറിയണം. മുദക്കർ, അസ്ലിയായ മുദക്കർ, അസ്ലിയായ നമ്പറുകളിൽ മുദക്കറാണ് ആദ്യം പറയുന്നത്. വാഹിദുൻ, ഇസ്നാനി, സലാസത്തുൻ, അർബഅത്തുൻ, ഖംസത്തുൻ, സിത്തത്തുൻ, സബഅത്തുൻ, തമാനിയത്തുൻ, തിസ്അത്തുൻ, അശറത്തുൻ, അഹദ അശറ, ഇസ്നാ അശറ, സലാസത്ത. أحد عشر 11, 12 12, 13 13. അപ്പൊ ഇതാണ് എന്ത്? മസ്കുലൈൻ ഫോം. വാഹിദുൻ ഇസ്നാനി, വാഹിദുൻ 1, ഇസ്നാനി 2, സലാസത്തുൻ 3. ഇങ്ങനെയാണ് മുദക്കർ. അങ്ങനെ വന്നിട്ട് അഷറത്തുൻ വരെ കഴിഞ്ഞിട്ട് പിന്നെ അഹദ അഷറ, അതാണെന്ത്? മസ്കുലൈൻ ഫോം. മുദക്കറാണെങ്കിൽ അഹദ അഷറ എന്ന് ഉപയോഗിക്കണം കേട്ടോ. പിന്നെ ഇസ്നാ അഷറ മുദക്കറിൽ കേട്ടോ. അഹദ അഷറ, ഇസ്നാ അഷറ അങ്ങനെയാണ്. ഇനി വരുന്നത് കേട്ടോ സലാസത്ത അഷറ, അവിടെ താവ് വരുന്നു കേട്ടോ. അവിടെ നാട് പിന്നെ അർബഅത്ത അഷറ, ഖംസത്ത അഷറ, സിത്തത്ത അഷറ എന്ന് പറഞ്ഞാല് മുദക്കറില് പുല്ലിംഗത്തില് ആദ്യത്തെ ഭാഗം എന്താവും? ഇസ്നാ അഷറ കഴിഞ്ഞിട്ട് പിന്നുള്ള നമ്പറുകളിൽ ആദ്യത്തെ ഭാഗം എന്ത് ചെയ്യും? താ ഉണ്ടാവും. രണ്ടാമത് അഷറത്താന്നുണ്ടാവില്ല. മുഅന്നസിലാവുമ്പോൾ തിരിച്ചായിരിക്കും. അതിന് പറയാൻ പറ്റും. മുഅന്നസ് എങ്ങനെയാ? വാഹിദുൻ എന്നുള്ളത് വാഹിദത്തുൻ എന്നാവും, ഇസ്നാനി എന്നുള്ളത് ഇസ്നത്താനി എന്നാവും, സലാസത്തുൻ സലാസത്ത്, അർബഅത്തുൻ അർബഉൻ, ഖംസത്തുൻ ഖംസുൻ, സിത്തത്തുൻ സിത്തുൻ, സബഅത്തുൻ സബഉൻ, തമാനിയത്തുൻ തമാനിൻ, തിസ്അത്തുൻ തിസ്ഉൻ, അശറത്തുൻ അശ്റുൻ. ഇനി അഹദ അശറ എന്നുള്ളത് എന്താവും? ഇഹ്ദാ അശറ, ഇഹ്ദാ അശറ എന്താണ്? ഇഹ്ദാ അശറ. ഇസ്നാ അശറ എന്നുള്ളത് എന്താവും? ഇസ്നത്താ അശറത്ത, ഇസ്നത്താ അശറത്ത. അപ്പൊ ഇതിലൊക്കെ അശറത്ത അശറത്ത എന്നുണ്ട്, അഷർ എന്നുള്ളത് കേട്ടോ. പിന്നെ ഈ 13 മുതൽ ശ്രദ്ധിക്കേണ്ടത് സലാസത്ത അഷറ മുദക്കറിൽ പറഞ്ഞത്. ഇതിലെങ്ങനെ വരും? സലാസു അഷറത്ത, സലാസു അഷറത്ത. മുദക്കറിൽ പുല്ലിംഗത്തിന് സലാസത്ത അഷറ എന്ന് വരും, സ്ത്രീലിംഗത്തിന് സലാസു അഷറത്ത എന്ന് വരും. ഇനി അതേപോലെ പുല്ലിംഗത്തിന് അർബഅത്തു അഷറ എന്ന് വരും, അർബഅത്ത് അഷറ എന്ന് വരും. മറ്റേ അർബഉൻ അഷറത്ത എന്ന് വരും. അങ്ങനെയാണ്. ഇനി ഇതിന്റെ
തെർത്തീബിയ ആയിട്ടുള്ള നമ്പറുകൾ അൽ-അർഖാമു തെർത്തീബിയ അത് മസ്കുലൈൻ കൊടുത്തിട്ടുണ്ട്, ഫെമിനൈൻ കൊടുത്തിട്ടുണ്ട്, മുദക്കർ കൊടുത്തിട്ടുണ്ട്, മുഅന്നസ് കൊടുത്തിട്ടുണ്ട്. മുദക്കർ എന്ന് പറഞ്ഞാൽ പുല്ലിംഗം, മുഅന്നസ് സ്ത്രീലിംഗം. അതില് വാഹിദുൻ എന്നുള്ളത് എന്താവും? അൽ അവ്വലു, അദ്ദർസുൽ അവ്വലു, ഒന്നാമത്തെ പാഠം. അദ്ദർസുൽ വാഹിദ് എന്ന് അറിയില്ല, അദ്ദർസു വാഹിദ് എന്ന് അറിയില്ല. ദർസു വാഹിദ് എന്ന് പറഞ്ഞാൽ പാഠം ഒന്നാണ്, പാഠം ഏകനാകുന്ന അർത്ഥം അല്ലേ? അതല്ല, അപ്പം അവന് ഉപയോഗിക്കരുത്. അസ്സാനി, അസ്സാലിസു, അർറാബിഉ ഇങ്ങനെ രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ. അൽ ഖാമിസു അഞ്ചാമത്തെ, അസ്സാദിസു ആറാമത്തെ, അസ്സാബിഉ സബഉ എന്നുള്ളത്, സബഅത്ത് എന്നുള്ളത് അസ്സാബിഉ എന്നാവും അല്ലേ? സമാനിയത്ത് എന്നുള്ളത് അസ്സാമിനു, അത്താസിഉ, അൽ ആശിറു, അൽ ഹാദി അശറ, അസ്സാനി അശറ, അസ്സാലിസു അശറ. ഇങ്ങനെയാണ് വരുന്നത്. ഇപ്പൊ ഒന്നാമത്തെ, രണ്ടാമത്തെ അങ്ങനെ പോകും കേട്ടോ. ഇനി അതിന്റെ മുഅന്നസ് രൂപം അൽ അവ്വലു എന്നുള്ളത് എന്ത് വരും? അൽ ഊല ഒന്നാമത്തെ. ശരി. അസ്സാനി എന്നുള്ളത് അസ്സാനിയത്തു. എന്താണ്? അസ്സാനിയത്തു. ഇസ്സനത്താനി എന്നുള്ളതാണ് അസ്സാനിയത്ത് എന്ന് പറയുന്നത് കേട്ടോ. അസ്സാലിസു എന്നത് അസ്സാലിസത്തു, അർറാബിഉ അർറാബിഅത്തു, അൽ ഖാമിസു അൽ ഖാമിസത്തു അഞ്ചാമത്തെ, അസ്സാദിസു അസ്സാദിസത്തു. അപ്പൊ അസ്സാദിസു പറഞ്ഞാലും അസ്സാദിസത്തു പറഞ്ഞാലും ആറാമത്തെ അർത്ഥം. പക്ഷെ ഒന്ന് മുദക്കറാണ് അസ്സാദിസു, മറ്റേ അസ്സാദിസത്തു മുഅന്നസാണ്. അസ്സാബിഉ അസ്സാബിഅത്തു, അസ്സാമിനു അസ്സാമിനത്തു, അത്താസിഉ അത്താസിഅത്തു, അൽ ആശിറു ആശിറത്തു, അൽ ഹാദി അശറ എന്നുള്ളത് അൽ ഹാദിയത്തു അശറത്ത, അസാനി അശറ അസാനിയത്തു അശറത്ത, അസാലിസു അശറ എന്നുള്ളത് സാലിസത്തു അശറത്ത. ഇങ്ങനെ വരും. ഓക്കെ. ഇനി ഇവിടെ ഒരു ക്ലോക്ക് കൊടുത്തിട്ടുണ്ട്. ഉക്തുബുൽ വഖ്ത് കമാ ഫിൽ മിസാലിൽ ഫിൽ അറബിയ്യത്തി വൽ ഇൻജിലീസിയ. അറബിയിലും ഇംഗ്ലീഷിലും എഴുതാൻ എന്ത് ക്ലോക്ക് കൊടുത്തിട്ടുണ്ട്. ക്ലോക്ക് ടൈം ഇവിടെ ആദ്യം കൊടുത്ത ഉദാഹരണം കമാഫിൽ മിസാലാണ് ഉദാഹരണത്തിൽ ഉള്ളതുപോലെ, ഉദാഹരണത്തിലുള്ളതുപോലെ. അസാദ് സാലിസ എന്താ ഇതാ? ഇറ്റ് ഈസ് 3 o'clock. ഇവിടെ അസാദുൽ ഖാമിസ ഇറ്റ് ഈസ് 5 o'clock. ഇതൊക്കെ ചെയ്ത് നോക്കിയോ? അല്ല, അങ്ങനെ ചെയ്യണേ. ഇത് പ്രാക്ടീസ് ചെയ്യണേ. ഇത് പ്രത്യേകം പറയേണ്ട ആവശ്യമുണ്ടോ? അതില് എക്സസൈസ് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. അടുത്തത് അസാദ് അസാനിയ രണ്ട് മണി അല്ലേ? ചെറിയ സൂചി ഇല്ലേ? അവർ ക്ലോക്ക്. പിന്നെ മിനിറ്റ്സ് ക്ലോക്ക്, മിനിറ്റ് സൂചി അല്ലേ? അവർ ക്ലോക്ക് അല്ല, അവർ ഹാൻഡ്, മറ്റേ മിനിറ്റ് ഹാൻഡ്. അവർ ചെറുത് 2 അല്ലേ? വലുത് 12. അപ്പൊ എന്തായി? 2 മണിയാണ് അല്ലേ? അപ്പൊ അതാണ് അസാദു അസാനിയ എന്നേരും അല്ലേ? ഇനി ഇവിടെ അസാദുൽ അവൽ, അസാദുൽ ഊല എന്ന് മതി കേട്ടോ. അങ്ങനെ സ്ത്രീലിംഗായിട്ട് അസാദുൽ ഊല. അടുത്തത് അസാദു അറാബിയ. ഇറ്റ് ഈസ് ഓരോന്നിനും പറയാം. ഇറ്റ് ഈസ് 2 o'clock, ഇറ്റ് ഈസ് 1 o'clock, ഇറ്റ് ഈസ് 4 o'clock. ഇത് അസാദു സാദിസ, ഇറ്റ് ഈസ് 6 o'clock. അസാദു അൽ ഹാദിയത അശറ, ഇറ്റ് ഈസ് 11 o'clock. ബാക്കി എക്സസൈസുകൾ ചെയ്ത് നോക്കാം. ഓക്കെ. സംശയം ചോദിച്ചോളൂ. ജസാക്കുമുല്ലാഹു ഖൈറ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.